ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ്. ഇന്നത്തേത് ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ചിക്കൻ ബിരിയാണിന്റെ വീഡിയോ ആണ്. പലരും എന്നോട് ഇതിന്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നേരിട്ട് ചോദിച്ചിട്ടാണ് ഇപ്പോഴാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. സ്ഥിരമായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ്. അപ്പൊ അതിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കും. ഫസ്റ്റ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു ചോരപ്പൊടി, പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് 2 ഏലക്കായും രണ്ട് കഷ്ണം, ചെറിയ നാരങ്ങ ആയതുകൊണ്ട് മാത്രമാണ് ഒന്ന് മുഴുവനായിട്ട് തൈരും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൽ ഉപ്പുണ്ടോ ഒരല്പം മാത്രം ചേർത്തെടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ്? ഇതിപ്പോ രാത്രിയാണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഇതിൽ ജസ്റ്റ് മസാല തേച്ച് പിടിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. ബാക്കിയൊക്കെ നാളെയാണ് ചെയ്തെടുക്കുന്നത്. ബേബിക്ക് എന്ത് ഗ്ലൂ ആണ് വേണ്ടത്? മാമി ചിക്കൻ ഒന്ന് കഴുകിയിട്ട് ബേബിക്ക് ഗ്ലൂ തരാം കേട്ടോ. അതാരാണ്? അത് ബേബിന്റെ മാമിയാണോ? ആ ബേബിന്റെ മാമി എവിടെ? ഫോട്ടോയിലാണോ? മാമിന്റെ ഫോട്ടോയാണോ ഡി? നോക്കട്ടെ. ഫോട്ടോയിൽ ആരാണ് കുത്തി വരച്ചത്? ബേബിയാണോ? ബേബി അല്ലേ? ചിക്കൻ നല്ലതുപോലെ ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി അതിലേക്കുള്ള ഒരു മസാല തയ്യാറാക്കി എടുക്കാൻ പോവാണ്. ഒരുപാട് അധികം മസാലയൊന്നുമില്ല, ചെറുതായിട്ടുള്ള നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി സ്കിപ്പ് ചെയ്യാവുന്നതാണ്. 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയൊന്നുമല്ല, സാധാരണ മുളക് പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ മസാലപ്പൊടിയിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ കൈ വെച്ചിട്ട് ആ മസാല ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്കാണ് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് തലേ ദിവസം തന്നെ ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. പകലാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് 2-3 മണിക്കൂർ മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ചിക്കൻ മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. മസാലയിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാതെ വിനാഗിരി മാത്രം ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നല്ലതുപോലെ ചിക്കനിൽ മിക്സ് ആവുന്നത് വരെ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് കുഴച്ചെടുക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ചിക്കനിൽ മസാല നന്നായിട്ട് പിടിച്ചിരിക്കുള്ളൂ. അപ്പൊ ഞാൻ ഫ്രീസറിലേക്ക് ഈ ഒരു പാത്രത്തിലാണ് വെച്ചു കൊടുക്കുന്നത്. നമ്മുടെ ചിക്കൻ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടും റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ചിക്കനിലേക്ക് 5 സവാള എടുത്തിട്ടുണ്ട്. റൈസിലേക്ക് 1 സവാള, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മല്ലിച്ചപ്പ്, പുതിന, തക്കാളി, പിന്നെ ചോറ്റോലയാണ് ഇതിൻ്റെ കൂടെ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. രാത്രിയിൽ നമ്മൾ മുളകൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഓരോന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തലേ ദിവസം ഇങ്ങനെ
മസാലയൊക്കെ തേച്ച് വെച്ച് വെക്കുകയാണെങ്കിൽ ചിക്കനിൽ ഇങ്ങനെ മസാലയൊക്കെ പിടിപ്പിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീസറിലായിരിക്കും നിങ്ങൾ വെക്കുന്നത്. അപ്പൊ അതിന്റെ തണുപ്പ് നല്ലതുപോലെ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പൊ ഞാനിത് എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഫസ്റ്റ് ചിക്കൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ തണുപ്പൊക്കെ നല്ലതുപോലെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഫ്രൈ ചെയ്യാൻ നിൽക്കുന്നത്. സാധാരണ ഓയിലിൽ തന്നെയാണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ചിക്കൻ ഒന്ന് കുക്കായി വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്കൊരു പേസ്റ്റ് തയ്യാറാക്കി എടുക്കാം. അതിലേക്ക് നമ്മുടെ ബിരിയാണിയിലേക്ക് വേണ്ട പേസ്റ്റ് തയ്യാറാക്കാൻ പോവാണ്. കറിവേപ്പിലയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ടിട്ടാണ് ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കുന്നത്. പേസ്റ്റാക്കി എടുക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് ചതച്ചിട്ടാണ് എടുക്കുന്നത്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്, കാരണം വെളുത്തുള്ളിയും എല്ലാം പെട്ടെന്ന് അരിഞ്ഞ് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അതിന് 4 കപ്പ് അരിയാണ് എടുക്കുന്നത്. 4 കപ്പ് അരി എന്ന് പറയുമ്പോൾ 1 കിലോയാണ് കേട്ടോ വരുന്നത്. കപ്പിൽ അളക്കുന്നത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നാല് കപ്പിന് 8 കപ്പ് വെള്ളമാണ് ഞാൻ എടുക്കാറുള്ളത്. കുക്കറിലാണെങ്കിൽ ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരു വിസിൽ മാത്രം അടുപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ റൈസ് ഒന്ന് കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് 2 ഏലക്കായും ചെറിയ 2 കഷ്ണം പട്ടയും അതുപോലെ തന്നെ 2 ഗ്രാമ്പൂവും ഞാൻ വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബേ ലീഫാണ് കേട്ടോ. ബേ ലീഫ് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഈ ചോറ്റോല ഉണ്ടെങ്കിൽ പിന്നെ ബേ ലീഫിന്റെ ആവശ്യമില്ല കേട്ടോ. 2 ഉണ്ടെങ്കിൽ 2 കൂടെ ചേർത്ത് കൊടുക്കുക. വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി അതിലേക്ക് ഞാൻ അരി ഇടുകയാണ്. ഞാൻ അരി കഴുകി വെള്ളം വാർക്കാനായിട്ട് ഒരു അരി ഇങ്ങനെ ഓട്ടയുള്ള ഒരു പാത്രത്തിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ കറക്റ്റായിട്ട് വെള്ളം പാനിൽ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അത് കൂടുതലായി പോവാതിരിക്കാനാണ് ഇങ്ങനെ സ്ട്രെയിനറിൽ വെച്ചിട്ടൊന്ന് വെള്ളം വാർത്തെടുത്തത്. ഇതൊന്ന് തിള വരുന്ന സമയത്ത് അരി ഇട്ട് കൊടുത്ത് വെള്ളം തിളച്ചിട്ടാണ് അരി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് വന്നിട്ട് വേണം ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ തന്നെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. എന്റെ കയ്യിൽ ചെറിയ നാരങ്ങ ആയതുകൊണ്ട് മാത്രമാണ് ഒന്ന് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു പകുതിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങളുടെ കയ്യിൽ വലിയ നാരങ്ങയാണെങ്കിലൊക്കെ ഒരു പകുതിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഒരു നാരങ്ങയുടെ പകുതി ചേർത്ത് കൊടുത്താലും ഉണ്ടാവും. നമ്മുടെ ചോറ് വെന്ത് കുഴഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടും ചോറിന് നല്ല തൂവെള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. നാരങ്ങനീര് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ നാരങ്ങനീര് ഇല്ല എങ്കിൽ ഒരല്പം വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ 2-3 പ്രാവശ്യമായിട്ടാണ് ഞാൻ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ. അപ്പൊ ഇനി കുറച്ചും കൂടെ ബാലൻസ് ഉണ്ട്. അപ്പൊ അതും കൂടെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പോവാണ്. റൈസും ചിക്കനൊക്കെ അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. റൈസിന്റെ തീ ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഒന്ന് തിള വന്നതിന് ശേഷം ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ചത് റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ കോക്കനട്ട് ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഓയിൽ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള നല്ലതുപോലെ കനം കുറച്ചിട്ട് തന്നെ അരിഞ്ഞു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ.
അപ്പൊ നമ്മുടെ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള സവാള എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ ഓയിലാണ് സവാള വഴറ്റിയെടുക്കുന്നത്. കൂടുതൽ നിങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് മാറ്റി വെക്കാം കേട്ടോ. ഞാൻ കറക്റ്റ് ഓയിൽ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കാരണം എനിക്ക് വീണ്ടും നമ്മൾ ആ ഓയിൽ ഉപയോഗിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഉള്ളി വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ മാത്രമാണ് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ തീ കുറച്ചതിന് ശേഷം ഞാൻ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ റൈസ് ഇവിടെ പാകത്തിന് കുക്കായിട്ടുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യത്തിനിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. മുക്കാൽ ഭാഗം കുക്കായിട്ടുള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ ദമ്മിൽ ഇടുമ്പോഴാണ് കുക്കാവുന്നത്. അപ്പൊ ഞാനിവിടെ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഈ കോക്കനട്ട് ഓയിൽ തന്നെയാണ് കാഷ്യൂ കിസ്മിസും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നത്. ഇത് നമ്മുടെ ഉള്ളി നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഈ സമയത്ത് അപ്പൊ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഒക്കെയാണ് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് ഓയിലിലായത് കാരണം ഇതിന്റെ അടിയിൽ പാനിൽ പിടിക്കുന്നില്ല കേട്ടോ. പാനിൽ പിടിച്ചിരിക്കൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ പച്ചമണൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ഞാൻ കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉപ്പാണ്. ചിക്കനിൽ നമ്മൾ ഫ്രൈ ചെയ്ത സമയത്ത് ഉപ്പ് ഉണ്ടാവില്ലേ, അപ്പോൾ അത് നോക്കിയിട്ട് വേണം കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഇത്രയും മസാലയേ ഉള്ളൂ കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാറുള്ളത്. പിന്നെ ചിക്കൻ മസാലയുടെ പൗഡർ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അതും 1 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കാറുള്ളൂ. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ മിക്സ് ആക്കിയതിന് ശേഷം പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഒരല്പം ചിക്കൻ മസാല ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം വലിയ പീസുകളായി തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നില്ല കേട്ടോ. ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. തക്കാളി ഞാൻ അധികം കുക്ക് ചെയ്യാറില്ല കേട്ടോ.
ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൽ ഉപ്പുണ്ടോ എന്ന് കറക്റ്റ് നോക്കിയിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കന്, ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പും മുളകൊക്കെ നോക്കാം കേട്ടോ. പച്ചമുളക് കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. കാരണം കറക്റ്റ് പുളിയുടെ ടേസ്റ്റ് വരുമ്പോൾ നമുക്ക് എരിവും പുളിയൊക്കെ കറക്റ്റ് അതിൽ മനസ്സിലാവും. നിങ്ങൾ തൈര് ചേർക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അല്ല എങ്കിൽ നമ്മൾ ദമ്മിടുന്ന പാത്രത്തിൽ കുക്ക് ചെയ്യാം കേട്ടോ. ഇതിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ദമ്മിടുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോഴുള്ളൂ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാം കേട്ടോ. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിച്ചപ്പും പുതിനയും കൊണ്ട് ഒരു പിടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പുതിനയുടെ തണ്ട് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. അരിഞ്ഞപ്പോ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ലീഫ് മാത്രം എടുത്തിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റൈസ് ഒന്ന് ദമ്മിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സ്റ്റീലിന്റെ ഒരു കലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നമ്മുടെ കലത്തിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കന് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇതിലേക്ക് പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇത് മുകളിലൊരു വാഴന്റെ ചെറിയൊരു ഇല വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. ദമ്മിടാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ. ആദ്യം നമ്മൾ ഒരു ലെയർ റൈസ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയൊക്കെ, അതിൻ്റെ കൂടെ തന്നെ ഞാൻ ക്യാരറ്റും കൂടി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഓയിലിന് ക്യാരറ്റും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിച്ചപ്പും പുതിന. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയറും കൂടെ ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ ലെയറും ഞാനൊന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ രണ്ടാമത്തെ ലെയറിലാണ് ബിരിയാണി മസാല ഇട്ട് കൊടുക്കുന്നത്. ഒരല്പം മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ് ബിരിയാണി മസാല ഉണ്ടാക്കി ഇട്ട് കൊടുക്കുന്നതെങ്കിൽ കൂടുതൽ മസാലന്റെ ഫ്ലേവർ വേണമെന്നുള്ളവർക്ക് മാത്രം കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക. ഇവിടെ അത്ര കൂടുതൽ വേണ്ട കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് മാത്രം ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളി വഴറ്റിയെടുത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിലൊന്നും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലല്ലേ ഉള്ളിയൊക്കെ വഴറ്റിയെടുത്തത്. ആ ഓയിൽ തന്നെ ഇതിലുണ്ടാവും. പിന്നെ ഒരല്പം നെയ്യാണ് ഏറ്റവും മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഏറ്റവും മുകളിലത്തെ ലെയറിലും ഞാൻ കാഷ്യൂം ഉള്ളിയും ക്യാരറ്റും അതിനോടൊപ്പം തന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയുടെ ലീഫും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏറ്റവും മുകളിലായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു പഴയ പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ബിരിയാണി ദമ്മ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സ്റ്റീലിന്റെ കലം എടുത്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ നോൺ സ്റ്റിക്കിന്റെ പാനോ അല്ലെങ്കിൽ പാത്രത്തിലോ അതുപോലെ തന്നെ ഇപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. റൈസൊക്കെ നല്ല ചൂടിലിരിക്കല്ലേ.
തീ കുറച്ചാണ് വെച്ചിട്ടുള്ളത്. ഞാനിങ്ങനെ സ്റ്റീലിന്റെ ഒരു കല എടുത്തതുകൊണ്ട് മാത്രമാണ് അതിന് താഴെയായിട്ട് നോൺ സ്റ്റിക്കിന്റെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എടുക്കുന്നത് സാധാരണ നോൺ സ്റ്റിക്ക് പാനോ ദമ്മിടാൻ വേണ്ടിയിട്ട് കട്ടിയുള്ള കനം കൂടിയ ഒരു പാത്രമാണെങ്കിൽ കുഴപ്പമില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ കുറഞ്ഞ തീയിൽ ദമ്മിട്ടെടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ബിരിയാണിയിലേക്ക് തൈര് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഉള്ളിയും ക്യാരറ്റും മല്ലിച്ചപ്പും പുതിനയും നീളത്തിൽ കീറിയെടുത്തിട്ടുള്ള 2 പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളക് നീളത്തിൽ കീറിയെടുത്തിട്ടുള്ളത് കുട്ടികൾ കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഞാൻ എടുത്ത് ഒഴിവാക്കും. തൈര് ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇതിന് മുളക് എടുത്ത് മാറ്റലുണ്ട്. കാരണം മക്കൾ ഒറ്റക്കാണ് കഴിക്കുന്നതെങ്കിൽ ആർക്കും മുളക് പെടാൻ പാടില്ലല്ലോ. എരിഞ്ഞിട്ട് പിന്നെ ആ ദിവസം തന്നെ പോകും. ആ ദിവസം തന്നെ അവർ മുളക് കടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നടക്കും. നമ്മുടെ ബിരിയാണി ഒന്ന് ദമ്മ് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീലിന്റെ ചരുവ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു കോരി എടുക്കാൻ വേണ്ടിയിട്ട്, റൈസ് കോരി എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നെയ്യും കൂട്ടി ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. 1 മണിക്കൂറാണ് ഞാൻ ദമ്മിലിട്ടിട്ടുണ്ടായിരുന്നത് റൈസ്. അപ്പോൾ തന്നെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കുക്കായിട്ടൊക്കെ വരും കേട്ടോ. നല്ല സ്മെല്ലുണ്ടായിരുന്നു ദമ്മ് പൊട്ടിക്കുന്ന സമയത്ത്. പ്ലേറ്റ് ഒക്കെ മാറ്റിയിട്ട് ഇലയിലാണ് നമ്മൾ ബിരിയാണി ഒന്ന് സെറ്റാക്കി എടുക്കുന്നത്. ഇലയിലേക്ക് റൈസും ചിക്കനും കട്ടൻ ചായയും തൈരും പപ്പടവും നാരങ്ങാച്ചാറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് എന്റെ ബിരിയാണി കംപ്ലീറ്റ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ്. എല്ലാവരും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്ന ഒന്നാണ് ബിരിയാണി. ഇനി പുതുതായിട്ട് ആരെങ്കിലും കിച്ചണിൽ കയറുന്നുണ്ടെങ്കിൽ, ബിരിയാണി വെക്കാൻ അറിയില്ല എങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ട എന്റെ ഈ റെസിപ്പി. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ദിവസം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ്. ഹിസ് ലൈഫ്.